കോഴിക്കോട് പെരുമണ്ണയിൽ കനത്ത മഴയെ തുടർന്ന് മതിലിടിഞ്ഞ് വീണ് വീട് ഭാഗികമായി തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. വീടിന്റെ മേൽക്കൂരയിലെ ഓടുകളും ജനലുകളും വീട്ടുപകരണങ്ങളും തകർന്നിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. മഴ ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു, നല്ല കാറ്റും മഴയായിരുന്നു. ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ പുറത്തേക്ക് ഓടി നോക്കുമ്പോഴാണ് മുകളിൽ നിന്ന് സ്ലാബ് പൊട്ടിയിട്ട് കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴെ വീണത്. വീടിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. രമ്യദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. രമ്യ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ വീടിന്റെ പകുതി ഭാഗത്തോളം പൊളിഞ്ഞു പോയെന്ന് മനസ്സിലാകുന്നു. ഈ വീട്ടുകാരൊക്കെ സേഫായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറിയോ? ഈ കൊടിയ മഴക്കെടുതി ഉണ്ടല്ലേ അവിടെ? സേതു, ഈ കോഴിക്കോട് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ മാവൂര് പെരുമണ്ണയിൽ വീടിന് മുകളിലേക്ക് വലിയ മതിലാണ് ഇടിഞ്ഞു വീണത്. ഈ മതിലിടിഞ്ഞു വീണതിനെ തുടർന്നാണ് ഈ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ന് ഏകദേശം ഒരു 11 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത്. ഈ അപകട സമയത്ത് വീട്ടിൽ കുട്ടികളും മുതിർന്നവരുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവർ പുറത്തേക്ക് ഓടി മാറിയതിൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. ഈ മണ്ണും ഇതുപോലെ തന്നെ ഈ മതിലും കൂടി വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വലിയ തോതിൽ തന്നെ വീടിന് ചുവരുകൾക്കെല്ലാം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ മേൽക്കൂരയിലെ ഓടുകൾ, വീടിനകത്തെ ഗൃഹോപകരണങ്ങൾ, അതുപോലെ തന്നെ ജനൽ ചില്ലുകൾ എല്ലാം തന്നെ തകർന്നിട്ടുണ്ട്. ഈ ഭാഗികമായി തന്നെയാണ് ഈ വീട് തകർന്നിട്ടുള്ളതെങ്കിലും ബൽക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ വീട്ടുകാരും ഇപ്പോൾ ഭീതിയിൽ തന്നെയാണ്. താൽക്കാലികമായി ഇവർ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സേതു. ശരി, രമ്യയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.